നമസ്കാരം. നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് വൈഷ്ണോദേവി തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് തീവ്രവാദികൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ 9 യാത്രക്കാർ മരിക്കുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ബസ് കണ്ടക്ടറും ഡ്രൈവറും 2 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടും. ഈ വർഷം ജമ്മു കശ്മീരിൽ സിവിലിയന്മാർക്ക് നേരെ നടന്ന ഏറ്റവും മാരകമായ തീവ്രവാദി ആക്രമണങ്ങളിൽ ഒന്നാണ് ഈ സംഭവം. അതിർത്തി പ്രദേശമായ രജൌരി, പൂഞ്ച് ജില്ലകളിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ റിയാസിലേക്കും വ്യാപിപ്പിച്ചത് ആശങ്ക പടർത്തുന്നതാണ്. തീവ്രവാദരഹിതമെന്ന് പരക്കെ കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് വളരെ ഗൗരവതരമാണ്. ജമ്മു ജില്ലയിലെ സാമീപ്യം കൊണ്ടും പ്രധാനപ്പെട്ട മത ആരാധനാലയങ്ങളും ജലവൈദ്യുത പദ്ധതികളും ഉള്ളതിനാൽ രജൌരി, പൂഞ്ച് എന്നിവയെ അപേക്ഷിച്ച് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും റോഡ് കണക്ടിവിറ്റിയും റിയാസിയിലുണ്ട്. 2022 ശേഷം റിയാസിയിൽ തീർത്ഥാടകർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇത്. 2022 മെയ്യിൽ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന ബസ്സിന് തീപിടിച്ച് 4 തീർത്ഥാടകർ കൊല്ലപ്പെടുകയും 24ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തെ അപകടമായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വിശേഷിപ്പിച്ചതെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തീവ്രവാദികൾ ബസ്സിൽ ബോംബ് വച്ചിരുന്നതായി കണ്ടെത്തുകയുണ്ടായി. 2021 മുതൽ ജമ്മുവിലെ പിർ പഞ്ചൽ മേഖലയിലെ രജൌരി, പൂഞ്ച് ജില്ലകളിൽ തീവ്രവാദികളുടെ 1-ലധികം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ജമ്മു കശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയും ചെയ്തതിനു ശേഷം മേഖലയിൽ ജനജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് വന്നത്. 2019 മുതൽ കേന്ദ്രഭരണ പ്രദേശത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം സാധാരണ നിലയിലെത്തിയതിൻ്റെ സൂചനകളും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ വൻ തിരിച്ചടിയാണ് ഈ ആക്രമണം. ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മു മേഖലയിൽ ആത്മീയ വിനോദസഞ്ചാരത്തിന് പ്രസിദ്ധമാണ് റൈസി ജില്ല. 2021 സെൻസസ് പ്രകാരം ജില്ലയിലെ ജനസംഖ്യയുടെ 50% മുസ്ലിങ്ങളാണെങ്കിൽ ഹിന്ദുക്കളാവട്ടെ 49%. പ്രതിവർഷം രാജ്യത്തുടനീളമുള്ള 10 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഖത്രയിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രം സന്ദർശിക്കുന്നു. ഒട്ടേറെ ഹോട്ടലുകളും ധാബകളും അതിഥി മന്ദിരങ്ങളുമുള്ള ഒരു പട്ടണമാണിത്. വൈഷ്ണോദേവി സന്ദർശിക്കുന്ന തീർത്ഥാടകർ പലപ്പോഴും ശിവഖോരി ഗുഹയിലേക്ക് അവരുടെ യാത്ര നീട്ടാറുണ്ട്. ഖത്ര നഗരമാണ് തീർത്ഥയാത്രയുടെ ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ച ആക്രമണത്തിന് ഇരയായവരും സന്ദർശിച്ച റാൻസുവിലെ ശിവഖോരി ദേവാലയത്തിലും പ്രതിവർഷം 2 ദശലക്ഷത്തോളം സന്ദർശകരെങ്കിലും എത്തുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6:10 ശിവഖോരി ദേവാലയത്തിൽ നിന്ന് ഏകദേശം 72 കിലോമീറ്റർ അകലെയുള്ള ഖത്ര ടൗണിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മുഖംമൂടി ധരിച്ച 2-3 തീവ്രവാദികൾ കാണ്ട ഗ്രാമത്തിന് സമീപം ബസ്സിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണം നടന്ന റോഡ് റിയാസിയെ രജൌരി ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ്. നിബിഡ വനങ്ങളുള്ള ഭൂപ്രദേശം അക്രമികൾക്ക് അനുകൂലമാണ്. ആക്രമണം നടക്കുമ്പോൾ 50 പേരെങ്കിലും ബസ്സിലുണ്ടായിരുന്നു. യാത്രക്കാർ ഭൂരിഭാഗവും ഉത്തർപ്രദേശിൽ നിന്ന് എത്തിയവരായിരുന്നു. മരിച്ചവരിൽ 4 പേർ രാജസ്ഥാൻ സ്വദേശികളും 3 പേർ ഉത്തർപ്രദേശ് സ്വദേശികളുമാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് തീർത്ഥാടകർക്കിടയിൽ ഭയം വളർത്തുക എന്നതാണ് ആക്രമണത്തിൻ്റെ ഉദ്ദേശം. അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. തീവ്രവാദികൾ ആക്രമണത്തിന് അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചതായി സൂചിപ്പിക്കുന്ന ഒഴിഞ്ഞ ബുള്ളറ്റ് കാർട്രിഡ്ജുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ട് മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു എയർമാൻ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ സേന വൻ തിരച്ചിൽ നടത്തിയെങ്കിലും ഭീകരർ രക്ഷപ്പെട്ടു. മെയ് 31 പൂഞ്ചിലെ മർഹയിൽ വെടിവെപ്പ് നടത്തിയെങ്കിലും തീവ്രവാദികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഞായറാഴ്ചത്തെ ആക്രമണം പിർ പഞ്ചൽ മേഖലയിലെ സുരക്ഷാ സേനയ്ക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട സമാധാനത്തിന് ശേഷം റിയാസിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് ആശങ്ക പടർത്തുന്നു. 1990കളിലെ മധ്യത്തിലും 2000ത്തിലെ തുടക്കത്തിലും ഒട്ടേറെ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയോടെയാണ് റിയാസിയിൽ അവസാനത്തെ തീവ്രവാദ പ്രവർത്തനം നടന്നത്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനും
അതിൻ്റെ സംസ്ഥാന പദവി അവസാനിപ്പിച്ചതിന് ശേഷം ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുവിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കശ്മീർ താഴ്വരയിലെ സായുധ അക്രമങ്ങൾ ഗണ്യമായി കുറഞ്ഞിരുന്നു. എന്നിരുന്നാലും ജമ്മു മേഖലയിലെ പർവ്വത പ്രദേശമായ പിർ പഞ്ചൽ ബെൽറ്റിൽ തീവ്രവാദി ആക്രമണങ്ങൾ വീണ്ടും സജീവമായിട്ടുണ്ട്. ആക്രമണത്തെ പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്ന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഉന്നതതല സംഘമാണ് ഈ ആക്രമണത്തിൻ്റെ അന്വേഷണം നേരിടുന്നത്.